ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എവിക്ഷനായിരുന്നു ഇന്ന് നടന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മഴ പെയ്യുന്നു, കുട ചൂടിയാണ് മത്സരാർത്ഥികളെല്ലാം പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ശ്രീധുവിനും അർജുനും വേണ്ടി തന്നെ കൊടുത്ത ഒരു ടാസ്ക് പോലെ എനിക്ക് തോന്നി. പോകുന്നതിന് മുമ്പ് ശ്രീധു ചോദിക്കുന്നുണ്ട്, അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന്. ശരി, പക്ഷേ അർജുൻ പ്രത്യേകിച്ചൊന്നും എപ്പിസോഡിൽ പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇരുവരും തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാണ് അതിനകത്ത് നിന്നിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇവരെ ആഘോഷിക്കപ്പെട്ട കോംബോയാണ് അത്. ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നുള്ള രീതിയിലല്ല, ഒരു പക്ഷേ ലവേഴ്സ് ആകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രണയിക്കാൻ സാധ്യതയുള്ള രണ്ടുപേരെ എന്നുള്ള നിലയിലാണ് ഇവരുടെ കോംബോ പുറത്ത് ഹിറ്റായത്. ഇന്ന് മഴയത്ത് തന്നെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു എവിക്ഷൻ വച്ചത് ബോധപൂർവ്വമാണെന്ന് തോന്നുന്നു. അവർക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയ്ക്കകത്ത് പറഞ്ഞു, അർജുന് വോട്ട് കൂടാൻ വേണ്ടിയാണ് ശ്രീധുവിനെ പുറത്താക്കുന്നതെന്ന് പറയുന്നതിനോട് ആ ഒരു രീതിയിൽ അങ്ങനെ ബിഗ് ബോസ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടത് ഈ കണ്ടന്റ് ആയിരുന്നു. അതായത് ഇങ്ങനെ ഒരു കണ്ടന്റ് അവർക്ക് ഇന്ന് വേണമായിരുന്നു. അത് ചർച്ചയാകണം. അത് സ്വാഭാവികമായിട്ട് TRP കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാകണം ശ്രീധുവിനെ പുറത്താക്കിയത്. പിന്നെ കുറേ പേര് പറയുന്ന ഡൗട്ട് ഇന്നലെ തൊട്ട് പിന്നെ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റി എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഇത് ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞു. ഫിനാലെ വീക്കല്ലേ, ഇപ്പോൾ ഓരോ വോട്ടുകളും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇന്നലെ കഴിഞ്ഞതുകൊണ്ട്, എവിക്ഷൻ കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ന്യായമാവുന്നത്? അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല കറക്റ്റായിട്ട്. എൻ്റെ ഒരു ചിന്തയിൽ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇവരുടെ എവിക്ഷൻ പ്രോസസ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നത്തെ ടാസ്ക് ആണെങ്കിലും അതിനുശേഷം അർജുൻ ശ്രീധു വളരെ നൈസായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു കെമിസ്ട്രി ഒക്കെ കാണാൻ. രണ്ടുപേരും തമ്മിലുള്ള ഒരു കോംബോ, നല്ലൊരു വൈബൊക്കെ ഉണ്ട്. പക്ഷേ അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കാണുന്നവർക്ക് തോന്നുന്നതാണ്. കുറേ കോംബോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. നമ്മൾ ഈ കോംബോ വിരോധിയൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ വലിയ മോശമായിട്ട് തോന്നിയില്ല. നല്ല രസമുണ്ടായിരുന്നു സ്ക്രീനിൽ കാണാനൊക്കെ. അപ്പോൾ എന്തായാലും ശ്രീധു ഒരുപാട് തവണ യാത്ര അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അർജുൻ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അർജുനും ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ആവുന്നത് കാണാൻ സാധിച്ചു. രണ്ടുപേരും ചിരിയൊക്കെ വരുന്നു എന്ന് വരുത്തി തീർക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അങ്ങനെ ഇന്ന് ശ്രീധു സംഭവ ബഹുലമായ ഇത്രയും ദിവസങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ട് ടോപ്പ് 6 ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ടോപ്പ് 6 എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തി എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. 20-ലേറെ മത്സരാർത്ഥികൾ വന്നൊരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ടോപ്പ് 6 എത്തുക എന്ന് പറയുന്നത് പോലും ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.